ജെയിംസ് സാറേ, ഈ കഴിഞ്ഞ ദിവസം യിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തി അതിനെ അപലപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഭരണാധികാരിയെ വിളിക്കുന്നു. എന്നാൽ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇറാൻ പറയുന്നുണ്ട്. ലെബനനിൽ ഇസ്രായേലിന്റെ ആക്രമണം വീണ്ടും ഉണ്ടാകുന്നു. ഹെസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ആ മേഖലയിൽ നിന്നുള്ള വിവരം. ക്രിസ്റ്റീന, ഒരുപക്ഷെ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ ആരോടും അധികം അമേരിക്ക ഒഴിച്ച് പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളോടൊന്നും നേരിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി സംസാരിക്കാറില്ല. ഒരുപക്ഷെ എന്താ പറയുക, ഒരു വഴിവിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. യുടെ ഭരണാധികാരിയെ വിളിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ യിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് കോൾ നടത്തിയത്. ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ തങ്ങളുടെ കൂടെ കൂട്ടാനുള്ള ഇസ്രായേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നുള്ള വ്യാഖ്യാനമുണ്ട്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി വിളിച്ചു എന്നുള്ളത് ഇസ്രായേൽ ഇത് തിരിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഇത് ഒരു പക്ഷേ മറ്റു തലങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് ഇറാന്റെ മേൽ ചാരുന്നതാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും യിലെ ഫുജൈറ എണ്ണശാലകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്ത്യ പ്രതിഷേധിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വെടിനിർത്തൽ നടക്കുകയാണ് ലെബനോനുമായിട്ട്. പക്ഷേ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒക്കെ തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തുന്നു. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു, പലരും കൊല്ലപ്പെടുന്നു. അതിന്റെ വാർത്തകൾ ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ഹെസ്ബുള്ള അവകാശപ്പെട്ടത് അതിന് ബദലായി പകരമായിട്ട് ഞങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ ഇസ്രായേൽ കയറി ആക്രമിച്ചു, റോക്കറ്റുകൾ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം തീർന്നു അല്ലെങ്കിൽ സംഘർഷം തീർന്നു എന്ന് പറയുമ്പോഴും അനൗദ്യോഗികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഓരോ നിമിഷവും മാറ്റി മാറ്റി പറയുകയാണ്. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നത് ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നാണ്. ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഏപ്രിൽ 28 ആരംഭിച്ചതാണ്. അത് തീർന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇനി ഇറാൻ കയറി അതിന്റെ പേരിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷെ ഇസ്രായേൽ ആണെങ്കിൽ അവിടെ യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ധനം നിറച്ച് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അത് വല്ലാത്തൊരു കോൺട്രഡിക്ഷനാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ലളിതമായി പറഞ്ഞാൽ പി ജെയിംസ് സാർ, എനിക്ക് തോന്നുന്നു ഈ ആക്രമണത്തിന്റെ അതിലെ ഭീഷണി ഇറാന് മേൽ നിന്ന് ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. അമേരിക്ക ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യം തന്നെ സൃഷ്ടിക്കുകയാണ്. അതേസമയം ക്ക് പറയാനുള്ളത് ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നു, ഇറാൻ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ. ഇപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒരടി അമേരിക്ക പിന്നാക്കം പോയി എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രായേലിന്റെ ഭാഗത്ത് ആ തരത്തിലുള്ള ഒരു നീക്കങ്ങളും കാണുന്നില്ല. അതുകൊണ്ട് പശ്ചിമേഷ്യ സമാധാനത്തിന്റെ തീരത്തെത്തി എന്ന് വിലയിരുത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പി ജെയിംസ് ആണ് നമുക്ക് രാജ്യാന്തര വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ജെയിംസ് സാർ, നമുക്ക് വീണ്ടും നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.